താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ കിട്ടും. നമ്മളെ സ്വന്തം ആളല്ലേ? ശരിക്കും മാർക്കറ്റിൽ ഇപ്പൊ ഇവളുടെ ട്രെൻഡ്. അല്ല, നിനക്ക് ശരിക്കും അറിയോ? പിന്നെ എനിക്ക് ചെറുതിൽ അറിയുന്നല്ലേ, ആ വഴിയാണ്. നിനക്ക് ഒത്തിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഞാൻ എത്ര പേർക്ക് സെറ്റായി കൊടുത്തേക്കുന്നത്. അല്ല, ഇപ്പൊ ഇവിടെ റൂം ചെക്കിംഗ് ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലേ? എന്ത് വർഷം? തനിക്കിനെ പേരെ അറിയോ? ഇല്ല. പിന്നെ എന്ത് വർഷം? താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? ഇവിടെ നാളെ ഒന്നും നടന്നിട്ടില്ല. അല്ല, പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കിട്ടൂടാ. അതില്ല, ഞാൻ കാശുണ്ടാ, കാശ് തരാടാ. പൊന്ന് ആള് ഇങ്ങോട്ടാണോ? ആ, ഇങ്ങോട്ടാന്ന് തോന്നുന്നു. പൈസ കൊടുക്കണ്ട കേട്ടോ, പൈസ കൊടുക്കണ്ടേ? അല്ലേ? കടയിൽ പോയെന്ന് പറഞ്ഞു ഇവിടെ വലിച്ചുകൊണ്ട് നിൽക്കണോ? എന്റെ ഭാര്യടാ. എടി, ഇവനെ നിന്നെ ശരിക്കറിയാന്നാണ്ടാ പറയണത്. എങ്ങനെ? നീ ഈ മാർക്കറ്റെ പ്രധാനമായിട്ടുണ്ടെന്ന് പറയണത്. പിന്നെന്തൊക്കെ പറഞ്ഞേ? നിന്നെ ചെറുപ്പം മുതലേ അറിയാം. നീ മഹാപിഴയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും? നിന്നെ റൂമിൽ ഒരു എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. പിന്നെന്തൊക്കെ പറഞ്ഞേ? ഇത് നിന്റെ മാനേജറാണെന്നാണ് പറഞ്ഞത്. നല്ല മാനേജർക്ക് നീ എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ ബ്രോ, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. പക്ഷെ നീ എന്നെ സ്വന്തം മാരൻ എനിക്ക് കൂട്ടിത്തരം കാണിച്ചാൽ മനസ്സില്ലേ? അത് ഞാൻ നിനക്കൊന്നും തന്നില്ലെങ്കിലല്ലേ അത് കുറച്ചിലായി പോകും. ബ്രോ, ആ പോണപ്പണില്ല. കൊടുങ്ങല്ലൂർ അമ്മയാണ് എനിക്കറിയില്ല എന്റെ പൊന്നു മോനെ. എനക്കെന്താ പ്രാന്താ?